കുടജാദ്രിക്കുള്ള യാത്രയാണ്. യാത്ര തിരിച്ചു. മൂകാംബിക ദേവി സന്നിധിയിൽ നിന്ന് കുടജാദ്രിയിലേക്ക് ഞങ്ങൾ 8 പേര് ഒരു ജീപ്പിൽ പുറപ്പെട്ടു കഴിഞ്ഞു. പോകുന്ന വഴി വിശേഷങ്ങൾ അറിയിക്കും. ഓക്കെ. മൂകാംബികയിൽ നിന്നും നമ്മൾ കുടജാദ്രി യാത്രയാണ്. ഇവിടെ ഒരു ടോൾ പോയിൻ്റ് ഉണ്ട്, കുടജാദ്രി പീക്ക് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് 70 രൂപ വെച്ച് എടുക്കും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇനി കംപ്ലീറ്റ് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ നേരെ കുണ്ടശാങ്കടവ് റോഡ് പോലെയാണ്, കംപ്ലീറ്റ് ഓഫ് റോഡ് ഡ്രൈവാണ്. ഇവിടുന്ന് കയറും. ഓക്കെ. നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഓഫ് റോഡ് കയറി തുടങ്ങി. ഈ കുലുക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. കുലുങ്ങി 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 ഒരു പരുവത്തിൽ നമ്മൾ കയറും. സാധാ കാറുകളുമായിട്ടൊന്നും വരരുത്. കാറുകളൊന്നും കയറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജീപ്പാണ് ഓഫ് റോഡ്. എൻ്റെ അമ്മോ, ഉഗ്രൻ ഓഫ് റോഡ് ടൈപ്പാണ്. അപ്പം ജീപ്പും ഫോർച്യൂണറും മറ്റ് ഓഫ് റോഡ് ഡ്രൈവിൻ്റെ വണ്ടിയാണ് പറ്റിയത്. നല്ല ഒരു വെറൈറ്റി ട്രിപ്പാണ്. ആസ്വദിക്കുക. ഓക്കെ. അമ്മോ, എന്തോ ഓ ഓ സൂപ്പർ ഡ്രൈവ്. എൻ്റെ അമ്മോ. ജീപ്പ് തന്നെ കയറുമെന്ന് ഡൗട്ടടിച്ചു പോകുന്നത്. കഴിച്ച വയറ്റിൽ നിന്നെല്ലാം വായിക്കൂടെ പൊങ്ങി വരിക. എങ്ങനെ ഇതൊക്കെ കയറി പോകണം? ഞാനൊരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ജീപ്പിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, ഓഫ് റോഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ മൂകാംബിക കുടജാദ്രി ഡ്രൈവാണ് മക്കളെ. അടിപൊളി. ഓ ഓ ഓ ഓ അയ്യപ്പാ. ഓ ഉരുളൻ കല്ലുകളും ഉഗ്രൻ കുണ്ടുകളും ഒക്കെ താണ്ടി നമ്മൾ കുടജാദ്രി മലയുടെ മുകളിൽ എത്താറായി വരികയാണ്. ദേവിയുടെ അനുഗ്രഹം എങ്ങനെയും നേടിയെടുക്കും. ഓം മൂകാംബിക ദേവിയെ നമഃ. മൂകാംബിക എന്നിലെത്തി. 11:15 മാക്സിമം 11:30. അതിന് ലേറ്റ് മണിക്കൂർ മുന്നേ വെച്ച് വെയിറ്റിംഗ് ചാർജ് ഉണ്ട്. ഓക്കെ, ശരി.
കുടജാദ്രി മലയുടെ മുകളിൽ. പിന്നെന്താ, എല്ലാവർക്കും സർവജ്ഞ പീഠത്തിലേക്ക് പോകാം. അവിടെ പോയി കൂടുതൽ അനുഗ്രഹം വാങ്ങി വരാം. വാ. ഇവിടെ നിന്ന് നമുക്ക് നടന്ന് കാരണം കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ്. പിന്നെ മൂകാംബിക ദേവിയുടെ അവിടെ നിന്ന് ഞങ്ങൾ കുടജാദ്രിയുടെ മുകൾ തട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം അങ്ങനെ കയറുകയാണ്. ചേട്ടന്മാരൊക്കെ ആവേശത്തിലാണ്. നമ്മൾ കയറിയതിന് 4:01 ആയോളും. അപ്പം ഇനിയും ഉണ്ടെന്നാണ് ചേട്ടൻ പേടിപ്പിക്കുന്നത്. ഉഗ്രൻ താഴ്വാരം കാണാം. കുടജാദ്രി മലമുകളിൽ നിന്ന് രജിത് കുമാർ. ആ കാണുന്നതാ സർവജ്ഞപീഠം അല്ലേ? നമ്മളെത്തി. ഇത്രയും കുന്നും മലയും പാറക്കെട്ടുകളും എല്ലാം കയറി. മഞ്ഞ് വരുന്നുണ്ട്. ഗർത്തം. താഴേക്ക് പോയ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആ ലെവലിലാവും. പക്ഷെ നല്ല കാലാവസ്ഥ. ആ കാണുന്നതാണ് സർവജ്ഞപീഠം. ശങ്കരാചാര്യസ്വാമി കയറിയ സർവജ്ഞപീഠത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സർവജ്ഞപീഠം. ആ സർവജ്ഞപീഠത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ് രജിത് കുമാർ. രജിത്ത്, ഡോക്ടർ രജിത്ത്. ഓർമ്മയുണ്ടല്ലേ? എവിടെ സ്ഥലം? കോഴിക്കോട്. തിരുവനന്തപുരം എവിടെ? കരിക്കത്തമ്മയുടെ അടുത്താ. ഞാൻ ആറ്റിങ്ങിൽ. എവിടെ സ്ഥലം? കോഴിക്കോട്. അപ്പോൾ നമുക്കിവിടെ തൊഴാം. എടുക്കാം. ഞാനിതൊന്ന് ഒരു മിനിറ്റ്. ശങ്കരാചാര്യസ്വാമിയുടെ സർവജ്ഞപീഠവും അതിന് ചുറ്റുവട്ടമാണ്. നമുക്കിറങ്ങാം, നമുക്കെടുക്കാം. തീർച്ചയായും. അതാണ് നമ്മൾ മൂകാംബിക ദേവിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടജാദ്രി കയറി വരണം. കുടജാദ്രിയിലെ മൂലസ്ഥാനത്താണ് ദേവിയുടെ അനുഗ്രഹം ഇപ്പോൾ കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കി. ദേവിയുടെ അനുഗ്രഹത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ കോളേജ് കാലടി ശങ്കര കോളേജിൻ്റെ സൃഷ്ടാവ് തന്നെയായ ശങ്കരാചാര്യസ്വാമിയുടെ സർവജ്ഞപീഠത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ സർവജ്ഞപീഠത്തിലെത്തണം. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ വലിയ വലിയ വിജയങ്ങൾ നേട്ടങ്ങൾ നേടാൻ കഴിയൂ. ഗുരുവിൻ്റെ അനുഗ്രഹപ്രാപ്തിക്കായി ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞു. പക്ഷേ ഇത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പലരും നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നില്ല. വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് റീൽസിലൂടെ മറ്റും നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൂടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഗുണം, കാണിച്ചു കൊടുക്കുന്നത് നമുക്കും ഗുണം. ഇല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ മഹാഭാരത യുദ്ധം നടന്ന് ലോകം നശിക്കാൻ കാരണം ദുര്യോധനോ അല്ലെങ്കിൽ ഈ ശകുനിയോ ദുര്യോധന്മാരോ ദുഷ്ടരോ അല്ല. ധർമ്മം അറിയാവുന്ന ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും കർണനും നിശബ്ദത പാലിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യ ശിക്ഷ ധർമ്മവും സത്യവും അറിയാവുന്നവരുടെ നിഷ്ക്രിയത്വത്തിനും അവർ ആ കാര്യം വിളിച്ചു പറയാതെ മൗനം അവലംബിക്കുന്നതിനും അവർക്കായിരിക്കും ആദ്യ ശിക്ഷ. പിന്നെ പാപികളുടെ. ഞാനറിഞ്ഞ സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. കളിയാക്കുന്നവരുണ്ടാവാം, സ്വീകരിക്കുന്നവരുണ്ടാവാം, എല്ലാം ഒരേപോലെ സ്വീകരിക്കുന്നു. പക്ഷെ മറക്കണ്ട, കർമ്മഫലം വരും. അത് നല്ല കർമ്മഫലം വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലവ് യു. ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമാണ് ഈ കുടജാദ്രിയിലുള്ള ഈ ക്ഷേത്രം. ഇവിടെ കയറി തൊഴുത് അനുഗ്രഹം വാങ്ങി വേണം ശങ്കരാചാര്യസ്വാമിയുടെ
സർവജ്ഞപീഠത്തിലേക്ക് കയറാനായിട്ടുള്ളത്. ഇതാണ് മൂലസ്ഥാനം. ഇവിടെ ദേവിയുടെ ശക്തി വലുതാണ്. അതാണ് കുടജാദ്രി സർവജ്ഞപീഠം കയറാനുള്ള മലയുടെ അങ്ങറ്റം. എല്ലാവരും എത്തുക, തൊഴുതനുഗ്രഹം വാങ്ങുക. അങ്ങനെ മലയിറങ്ങാൻ പോവുകയാണ്. ജീപ്പുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ താഴേക്ക് കുടജാദ്രിയിൽ നിന്ന് മലയിറങ്ങി താഴേക്കുന്നു. ദേവി ശരണം, അമ്മേ ശരണം. മല കയറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ നന്നായി കയറി എത്താൻ പറ്റി. താങ്ക് ഗോഡ്. എല്ലാവരും ദർശനം നടത്താൻ ശ്രമിക്കുക. താങ്ക് യു.